കാണുന്നില്ലേ? എന്നാ താനും ഒരു ബീഡി വലിക്കും. എന്റെ കൈ ബീഡിയുണ്ട്. താൻ ഏതാ? താൻ എവിടുത്തുകാരനാ? അറിയില്ല. ഇവിടെ? ഇപ്പൊ ഇവിടാണ്. എന്താ ജോലി? ഒരു ജോലിയും ഇല്ല. അയ്യോ, പിന്നെ എങ്ങനെ ജീവിക്കും? ഇവൻ ഏതാടി? ആ, എനിക്കറിയില്ല. നീ ഏതാണ്? മനസ്സിലായില്ല. പരമു. ഓഹോ, പോലീസാണോ? ചിരിക്കാതടി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. 3 ദിവസമായി നീ കാശ് തന്നിട്ട്. അതിന് ഞാൻ കടമൊന്നും മേടിച്ചിട്ടില്ലല്ലോ. പരമനുള്ള പകുതി തരാതെ നിന്റെ ഈ കച്ചവടം നടക്കില്ല. അയ്യോ, അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യും വേണം, 100 പേർക്ക് കമ്മീഷൻ കൊടുക്കുകയും വേണം. ഇത് നല്ല പാട് തന്നെ. ആ, വലിയ പാട് തന്നെയാണടി. നിന്നെയൊക്കെ പോലീസ് പിടിക്കാതെ നോക്കുന്നതിന് പിന്നെ കൂലി കിട്ടണ്ടേ? ഇന്നെന്റെ കയ്യിൽ കാശില്ലേ? കാശുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ഒന്ന് പോടാ അവിടുന്ന്. രണ്ടിനെ ഞാൻ എടുത്തോളാം. താൻ ആള് കൊള്ളാമല്ലോടോ. രാത്രി വല്ലതും കഴിച്ചോ? ഇല്ല. എന്താ വല്ല മേടിച്ചു തരാൻ ഉദ്ദേശമുണ്ടോ? ആ, ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഞാൻ വിചാരിച്ചാലും മേടിച്ചു തരാൻ നോക്കും. ഒരു നേരം പോരല്ലോ, വിശപ്പ് മരണം വരെ ഉള്ളതല്ലേ. ആ, തനിക്ക് എന്റെ കൂടെ നിൽക്കാവോ? ഞാൻ ഉണ്ണുന്നെങ്കിൽ താനും ഉണ്ണു. എനിക്കൊരു ആൺതുണ വേണം. കണ്ടില്ലേ ഓരോരുത്തന്മാർ വടികുത്തിന് കയറി പിടിക്കുന്നത്? അന്ത്രോസ് ചേട്ടനാ, ഏതാണ്ട് കോളും കൊണ്ട് വന്നേക്കാണ്. ഞാൻ ദേ വരുന്നു. ഇന്നാ പലതും കഴിച്ചേച്ചിരി, ഞാൻ ഇപ്പൊ വരാം. പൊക്കളയല്ലേ? പോ പോ. ഇതെന്തൊരു കിടപ്പാ? എന്താ ഇവിടെ വന്നത് ഇഷ്ടമായില്ലേ? ഇഷ്ടമല്ലെങ്കിലേ ഇവിടെ നിന്ന് പോവാം. ഞാൻ ആരെയും കെട്ടിയിടുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. എനിക്കൊരു ആൺതുണ വേണം. അതുകൊണ്ടാ നിൽക്കാൻ പറഞ്ഞത്.
എന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എഴുന്നേറ്റ് മാറിയത്. ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഒരുപാടില്ല, ഒരുത്തിയെ. അപ്പോഴേക്കും പെണ്ണുങ്ങളെ മടുത്തുപോയോ? എന്നിട്ട് അവൾ എന്തിയേ? അവള് പോയി. എവിടെ പോയി? മരിച്ചുപോയി. നേരെ ഒരുപാടായി. ഞാൻ കുളിച്ചൊരുങ്ങി നിക്കാം. നിങ്ങൾ പോയേച്ചു വാ. It is a nice lake. I am first time in the city. Come, sir. Good. അയാൾ 100 രൂപ തന്നു. 30 രൂപ എനിക്ക് പ്രത്യേകവും. ഇത് മുഴുവൻ ശിവേട്ടനെടുത്തു. എനിക്കിപ്പോ 10 രൂപ മതി. ഈ കാശ് എനിക്ക് വേണ്ട. ഈ കാശിന് എന്താ കുഴപ്പം? ഇങ്ങനെയുള്ള കാശ് കൊണ്ട് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടുന്ന് ഞാൻ എവിടെങ്കിലും പോവുകയാണ്. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. എന്ത് ജോലി ചെയ്യും? എന്തെങ്കിലും ജോലി. ഈ ലോകത്ത് വേറെ എന്തെല്ലാം ജോലികളുണ്ട്. എന്നിട്ട് ഇതുവരെ എന്ത് ജോലി ചെയ്തു? ഈ ജോലി ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്യുന്നു എന്നാണോ നിങ്ങളുടെ വിചാരം? എന്റെ സങ്കടം നിങ്ങൾക്കറിയില്ല. ഞാൻ ഒരുപാട് ജോലി ചെയ്തവളാണ്. അവസാനം ഇവിടെയാണ് എത്തിയത്. തെരുവ് തിണ്ണയിൽ ആളെ കാത്തു നിൽക്കുന്ന രുക്മിണിയാണ് നിങ്ങൾക്ക് പരിചയം. എന്റെ ഉള്ളിൽ മറ്റൊരു സ്ത്രീയുണ്ട്. അവളെ ആരും കണ്ടിട്ടില്ല. ആർക്കും അവളെ കാണണമെന്ന് ആഗ്രഹമില്ല. ആർക്കും അവളെ കാണേണ്ട ആവശ്യമില്ലല്ലോ. വിശക്കുന്നില്ലേ? ഞാൻ ചോറ് വിളമ്പട്ടെ.
രുക്മിണി, രുക്കമ്മ, உன்னை எனக்கு ரொம்ப பிடிச்சாச்சு. உனக்கு என்ன பிடிச்சிருக்கவோ என்னவோ. ஒண்ணு இப்பதானே எனக்கு கிடைச்சது. ஒரு வாரம் வேஸ்டா போயிடுச்சு. ഇന്ന് പോവാണോ? ஆமா, அவசியம் போக வேண்டியதுதான். ஃபிளைட் டிக்கெட்டும் கிடைச்சாச்சு. சீக்கிரமா திரும்பி வரேன். உன் ஃபேஸ் ஒரு மாதிரி இருக்கு. இன்னும் பணம் வேணுமா? എനിക്കൊരു 50 രൂപ കൂടി തരുമോ? 50? அது கேட்கறதுக்கு இவ்வளவு வெக்கமா? எவ்வளவு வேணுமானா எடுத்துக்கோ. വേണ്ട, എനിക്ക് 50 രൂപ മതി. போய் வாங்க. ഇത്ര രാത്രിയാവുന്നവരെ ശിവേട്ടൻ എവിടെ പോയിരുന്നു? നീ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോയി? ഞാൻ ഇനി നിന്നെ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ല. എന്താ, ഞാൻ അറിയാവല്ല കോളും കിട്ടിയോ? ശിവേട്ടൻ അറിയാതൊരു കോളോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ എന്റെ ഒരു പഴയ കൂട്ടുകാരിയെ കാണാൻ പോയി. തിരിച്ചു വന്നപ്പോ വൈകിപ്പോയി. ചെട്ടിയാരെന്ത് തന്നു? 200 രൂപ തന്നു. 50 രൂപ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. കിട്ടുന്നതിൽ പാതിയെന്നല്ലേ നമ്മുടെ കണക്ക്? എനിക്ക് പകുതിയും വേണ്ട, മുഴുവൻ ശിവേട്ടൻ എടുത്തോളൂ. ആ, അത് വേണ്ട. കച്ചവടം കച്ചവടം തന്നെ. അതിനെപ്പോഴും കണക്ക് വേണം. ശിവേട്ടൻ എന്താ ഒരു മാറ്റം? പണം സൂക്ഷിക്കണം രുക്മിണി. അതിന് വലിയ വിലയുണ്ട്. പണമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറെ എന്തെല്ലാമോ ആകുമായിരുന്നു. എന്റെ ഓഹരി എനിക്ക്, നിന്റെ ഓഹരി നിനക്ക്. ശിവേട്ട. ആ, നീ ഉണ്ടോ? ഇല്ല, ശിവേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഊണ് കഴിച്ചു. എനിക്കൊരാൾ ഊണ് വാങ്ങി തന്നു. എന്നാലും കുറച്ചുണ്ണാം. വേണ്ട, നീ ഉണ്ടോ? നീ ഉണ്ടില്ലേ? എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ് ഞാൻ ചോറ് വേണ്ടെന്ന് പറഞ്ഞത്. ശിവേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. വേദനിച്ച മാറിയിരുന്ന് കരയും, അത്രേ ഉള്ളൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശിവേട്ടൻ പറയണം, പിണങ്ങണം, എന്നെ തല്ലണം. എനിക്കതാണ് സുഖം. എനിക്ക് അതിനാണ് ഒരാളെ വേണ്ടത്. രുക്മിണി, നമുക്ക് എവിടെയെങ്കിലും പോവാൻ ശിവേട്ട. എവിടെ? എവിടെ പോവാനാണ്? എവിടെയെങ്കിലും, നമ്മളെ അറിഞ്ഞുകൂടാത്ത മറ്റെവിടെയെങ്കിലും.